ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടെനിസി വില്യംസ് എഴുതിയ ഒരു പ്ലേയെക്കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ ഗ്ലാസ് മെനാൻട്രി. ആക്ച്വലി ഇതൊരു അമേരിക്കൻ പ്ലേ ആണ്. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഓഥർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധികളും മിഥ്യാധാരണകളും ജീവിതത്തിലെ കടമകളിൽ നിന്നുള്ള ഒളിച്ചോട്ടവും എല്ലാമാണ് ഇതിലെ പ്രധാന ഇതിവൃത്തം. ഈ കഥ നടക്കുന്നത് 1930കളിലെ ദ ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡുകളിലാണ്. ഇതൊരു മെമ്മറി പ്ലേ ആണ്. ടോം വിങ്ഫീൽഡ് എന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് വിങ്ഫീൽഡ് ഫാമിലി താമസിക്കുന്നത്. അവിടെ നമുക്ക് അമാൻഡ വിങ്ഫീൽഡിനെ കാണാൻ. വളരെ സമ്പന്നമായ ഒരു ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരു സ്ത്രീ പിന്നീട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നു. അവരുടെ ഭർത്താവ് അവരെയും 2 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് കടമകളിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്നു. ഇപ്പോൾ അവരുടെ ഒരേ ഒരു ആശ്രയം ആ പഴയ മനോഹരമായ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അമാൻഡയുടെ 2 മക്കളിൽ മൂത്ത മകനാണ് ടോം വിങ്ഫീൽഡ്, അതായത് ഈ കഥയിലെ നറേറ്റർ. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾ. പക്ഷേ ജീവിത ബുദ്ധിമുട്ട് കാരണം ഇഷ്ടമില്ലാത്ത വെയർഹൗസ് ജോലിക്ക് പോകുവാൻ അയാൾ നിർബന്ധിതനാകുന്നു. ലൂറ വിങ്ഫീൽഡ് ഈ കഥയിലെ മനോഹരമായ ഒരു ഭാഗമാണവൾ. അമാൻഡയുടെ ഇളയ മകൾ, ജന്മനാൽ ശാരീരികമായ ബുദ്ധിമുട്ട് നേരിടുന്നവൾ. അവൾ വളരെ നാണം കുണുങ്ങിയായിരുന്നു. ആത്മവിശ്വാസമില്ലാതെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയവും വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട് ജീവിക്കുന്നവൾ. പ്രിയപ്പെട്ട് സൂക്ഷിക്കുന്ന ഗ്ലാസ് ആനിമൽസിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. അമാൻഡയുടെ ഏറ്റവും വലിയ ദുഃഖവും അവളായിരുന്നു. അവളുടെ ലൈഫ് നന്നായിരിക്കുവാൻ വേണ്ടി അവർ കഠിനമായി ആഗ്രഹിച്ചിരുന്നു. ഈ കഥയിൽ ഭാഗം 1 ടോം അയാളുടെ കഥ പറയുന്നു. അയാളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയതാണ്. അമ്മ എപ്പോഴും പഴയ കാലത്ത് ജീവിക്കുന്നു. സമ്പന്നമായ ജീവിതവും അവർക്ക് വന്ന ജെന്റിമൽ കോളേഴ്സിനെയും കുറിച്ചുമായിരുന്നു അവരെപ്പോഴും പറയാറ്. ലൂറയ്ക്ക് അനുയോജ്യനായ ഒരു പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ സീൻ 2 ലൂറ അവളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു. കാരണം അവൾ വളരെ ദുർബലയായ മനസ്സുള്ള, ആത്മവിശ്വാസമില്ലാത്ത ഒരു നാണം കുണുങ്ങിയായ പെൺകുട്ടിയായിരുന്നു. ലൂറയുടെ ഈ പെരുമാറ്റം അമാൻഡയിൽ വളരെ സങ്കടമുണ്ടാക്കുന്നു. ശേഷം അമാൻഡ ലൂറയ്ക്ക് അനുയോജ്യനായ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതാണ് ഭാഗം 2ൻ്റെ അവസാനം. എന്നാൽ ഭാഗം 3 ടോമിനെ കാണിക്കുന്നു. ഇഷ്ടമില്ലാത്ത വെയർഹൗസിലെ ജോലി, അമാൻഡ സ്ഥിരമായി അവരെ വഴക്കു പറയുന്നത്, ഇതിലെല്ലാം അവൻ അസ്വസ്ഥനായിരുന്നു. അവൻ്റെ സ്വപ്നം സ്വാതന്ത്ര്യമായിരുന്നു, അവൻ്റെ അച്ഛനെ പോലെ. പിന്നീട് ജെന്റിൽമാൻ കോർണേഴ്സിനെ കാത്തിരിക്കുന്ന അമാൻഡയെ കാണാം. അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവർ മകളായ ലൂറയിൽ പ്രതീക്ഷ ഉണർത്തി. അങ്ങനെയിരിക്കുമ്പോൾ ടോം തൻ്റെ കൊളീഗായ ജിം ഒ കോർണറിനെ ഡിന്നറിനായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അമാൻഡ വളരെ സന്തോഷവതിയും ഉത്സാഹത്തിലുമായിരുന്നു. ലൂറ ജിമ്മിനെ കണ്ട ഉടനെ വളരെ നെർവസ് ആവുകയും ഡിന്നർ കഴിക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്നു. സീൻ 6 ഇമോഷണലായ ഒരുപാട് മൊമെന്റ്സ് വരുന്നുണ്ട്. ലൂറയ്ക്ക് ജിമ്മിനെ സ്കൂൾ മുതൽ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ അപകർഷതാബോധം അവളുടെ സ്നേഹത്തെ ഒളിപ്പിച്ചു വെച്ചു. അവസാനം ജിം തൻ്റെ സ്കൂൾ മേറ്റിനെ തിരിച്ചറിയുന്നത് ഈ കഥയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവൻ അവളെ ബ്ലൂ റോസ് എന്ന് വിളിക്കുന്നു. അവളെ സ്കൂളിൽ എല്ലാവരും അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. ശേഷം അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. അതിനിടയിൽ അറിയാതെ ലൂറയുടെ പ്രിയപ്പെട്ട ഗ്ലാസ് യൂണിക്കോൺ നിലത്തു വീഴുകയും അതിൻ്റെ കൊമ്പ് ഉടയുകയും ചെയ്യുന്നു. ഇവിടെ ലൂറയുടെ യുണീക്നെസ് ആൻഡ് ഐസൊലേഷനാണ് കാണിക്കുന്നത്. യൂണിക്കോൺ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ലൂറ താൽക്കാലികമായി ഒരു സാധാരണ പെൺകുട്ടിയാവുന്നു. അവൾ ജീവിതത്തോട് പ്രതീക്ഷയുള്ളവളാകുന്നു. പക്ഷെ അധികം വൈകാതെ ജിം തൻ്റെ ആ രഹസ്യം ലൂറയോട് പറയുന്നു. അയാൾ മറ്റൊരു പെൺകുട്ടിയുമായി എൻഗേജ്ഡ് ആണെന്ന്. അത് ലൂറയുടെ ഹൃദയത്തെ തകർത്തു. എങ്കിലും പിന്നീട് അവൾ ശാന്തയായി. അവൾ അവളുടെ ഉടഞ്ഞ യൂണിക്കോണിനെ ജിമ്മിന് സമ്മാനിച്ചു. പ്ലേയുടെ അവസാനം അമാൻഡ ടോമിനെ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞ് ശകാരിക്കുന്നു. ഇതിൽ കോപിഷ്ഠനാകുന്ന ടോം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. വർഷങ്ങൾക്ക് ശേഷവും
ടോമിന് അവൻ്റെ ഫാമിലിയോട്, എസ്പെഷ്യലി ലോറയോട് കാണിച്ചതോർത്ത് കുറ്റബോധം ഉണ്ടാകുന്നു. അവളുടെ ഓർമ്മകൾ അവനെ വേട്ടയാടുന്നു. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ശാരീരികമായ ഒളിച്ചോട്ടം ചെയ്താലും മാനസികമായി ഒളിച്ചോടാൻ ഒരിക്കലും സാധിക്കില്ല എന്നതാണ്. വീട് വിട്ടിറങ്ങിപ്പോകുന്ന ടോമിന് വീട് മാത്രമേ നഷ്ടമാകുന്നുള്ളൂ, ഓർമ്മകൾ നഷ്ടമാകുന്നില്ല. സോ ഈ പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. മറ്റൊരു മനോഹരമായ കഥയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു.